പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഞ്ജലിയെ മനുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അഞ്ജലിയുടെ വീട്ടുകാർ മടങ്ങിപ്പോയിരിക്കുകയാണ്. മാത്രവുമല്ല, ഇനി എല്ലാ കാര്യത്തിലും അഞ്ജലിക്ക് തുണയായി നീയുണ്ടാകണം എന്ന് അവർ പറയുകയും ചെയ്യുന്നു. ഇതോടെ അഞ്ജലിയുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്നതിന് തയ്യാറാവുകയാണ് അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. പതുക്കെ മറന്ന് തുടങ്ങുകയും ചെയ്യുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തമ്മിലുള്ള പ്രശ്നങ്ങൾ പുതിയ തീരുമാനങ്ങളാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യം അവസാനിക്കുകയാണ്. പുതിയൊരു മത്സരം മനു ഉണ്ടാവുകയും ചെയ്യുന്നു. അഞ്ജലിയുടെ മുന്നിൽ ബാക്കിയാകുന്നു എന്നുള്ള കാര്യം അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ തന്റെ വീട്ടുകാരോട് ഇനി എന്താണ് പറയുക എന്നും ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക എന്നും അറിയാതെ അഞ്ജലിയാകെ അഞ്ജലിക്ക് സാധിക്കുകയില്ല. പക്ഷേ അതിനുള്ള സ്കില്ലൊന്നും അവൾക്കില്ല. ഉണ്ട് എങ്കിൽ എന്റെ കൂടെ അവൾ മത്സരിച്ചു നോക്കട്ടെ. അഞ്ജലിയെ ഉപേക്ഷിക്കാൻ മനുവിന് സാധിക്കുന്നില്ല. അങ്ങനെയാകട്ടെ എന്ന് വ്യക്തമാക്കുകയാണ്. മനുവിന്റെ അച്ഛൻ കൈവിടുകയില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. മനു ആദ്യത്തേത് എന്ന് വ്യക്തമാക്കുന്ന അവർ അഞ്ജലിയുടെ പാചകം നിനക്ക് യാതൊരു ആപത്തും വരുത്താൻ ഞാൻ അനുവദിക്കുകയില്ല, എന്നെ ആയിരിക്കും എന്ന് മനു ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. അഞ്ജലിയെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. ആ പ്രതീക്ഷകളെല്ലാം ഇങ്ങനെയൊരു പറത്തുന്നതാണ് ഞാനെന്നും എന്റെ പാചകം നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് എന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ അഞ്ജലിയുടെ കൂടെ നിൽക്കുന്നതിന് മനുവും തയ്യാറാകുന്നു. ഇതോടെ അവർ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. മനുവും പ്രഭയുടെ തന്ത്രങ്ങളാകട്ടെ പരിപാടികളിൽ ഗംഭീരമായി വരികയാണ് അഞ്ജലിയെ തകർക്കുന്നതിനായി. ഇതെല്ലാം പക്ഷേ അഞ്ജലി അതെല്ലാം തകർത്തി അങ്ങനെ മുന്നിലേക്ക് പോവുകയും ഇനിയും എന്ന് ഉറപ്പിക്കുന്ന ഇതുപോലുള്ള ട്രിക്കുകളുമായി വരാതിരിക്കുന്നതാണ് എന്ന് നല്ലത് എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു. തുടർന്ന് മറ്റാരും കാണാതെ അഞ്ജലിയും മനുവും ഉണ്ടാക്കിയ മനുവുമായി ഉപ്പുവാരി വിതറുന്നതിന് തയ്യാറാവുകയാണ്. മറ്റാരും അറിയാതെ എല്ലാവരും ചെയ്ത് അഞ്ജലിയുടെ തല്ലിക്കെടുത്തിക്കൊണ്ട് സ്നേഹ തിരികെ എത്തുന്നത് താൻ തന്നെ ഈ മത്സരത്തിലൂടെ ജയിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. ഭക്ഷണം രുചിച്ചു നോക്കുന്ന മനു ആകെ തകർന്നു പോകുന്നു. സ്നേഹയെ കാണണം എന്ന് വ്യക്തമാക്കുന്ന മനുവിടെ വെച്ച് ഭക്ഷണം ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന മനുവിന്റെ അച്ഛൻ പോവുകയും ചെയ്തതിനെ ജീവിതത്തിൽ താൻ കഴിച്ച ഏറ്റവും മോശമായ ഭക്ഷണമാണ് എന്ന് എല്ലാവരുടെയും ബാക്കിയാവുകയാണ് അഞ്ജലിയുടെ മനസ്സിൽ. ഇതിലൂടെ വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ്. ഒരുമിച്ച് കണ്ടുമുട്ടുകയാണ്. ഇനി തന്റെ വിജയത്തിൽ ആർക്കും സംശയമില്ലല്ലോ കാര്യങ്ങൾ വിചാരിച്ചുകൊണ്ട് തയ്യാറാവുകയാണ്. പ്രഭയെ ഞെട്ടിച്ചുകൊണ്ടുള്ള അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടാകുന്നത് ചെയ്യുന്നു. ഇത് എന്തൊക്കെ സംഭവിച്ചാലും ഇപ്പോൾ നിങ്ങൾ മനുവിനെ ഞാൻ വിട്ടുതരുകയില്ല എന്ന് വ്യക്തമാക്കുന്ന സ്നേഹ അഞ്ജലിയെ വിവാഹം കഴിച്ചു എന്നുള്ള കാര്യം ആലോചിച്ച് ജീവിക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്യുന്നു എന്ന് അഞ്ജലി പറയുകയും ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ മാത്രവുമല്ല അതിനുള്ള തെളിവുകളും തന്റേണ്ടത് എന്നുണ്ട് എന്ന് മനു വ്യക്തമാക്കുന്ന അഞ്ജലി ഇങ്ങനെയൊക്കെ പ്രഭ ചെയ്യുമെന്ന് തനിക്ക് ആദ്യമേ അറിയാമായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ തന്ത്രപൂർവം മറ്റൊരു അഞ്ജലി ആദ്യം ഇഷ്ടപ്പെട്ട പയ്യനെ കുറിച്ച് അഞ്ജലി ഞങ്ങൾ അത് കഴിക്കാൻ ആവശ്യപ്പെടുന്നു തരാമെന്ന് തുടർന്ന് അടിപൊളി ഭക്ഷണമാണ് അഞ്ജലി ഉണ്ടാക്കിയത് എന്ന് മനുവിന്റെ കാര്യങ്ങൾ വിധി കൽപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ പ്രഭയ്ക്ക് ആകെ തിരിച്ചടിയാകുന്ന ഭർത്താവാണ് എല്ലാവരുടെയും മുൻപിൽ പണ്ട് സ്നേഹിച്ചിരുന്നു എന്നാണ് കാര്യം പോവുകയും ചെയ്യാണ്. ഇതോടെ നിഷേധിക്കുന്നതിലേക്ക് വിടാൻ തയ്യാറല്ല അഞ്ജലി. ഈ മാതിരി ചീപ്പ് ട്രിക്കൊക്കെ
കഴിഞ്ഞു പോയിരിക്കുന്നു. ഇനിയും അതിന്റെ ഓർമ്മകളിൽ മുന്നോട്ട് പോയിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ വിചാരിച്ചതാണ് ജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ഇനി തന്റെ ജീവിതത്തിൽ പ്രശ്നവുമില്ലാകണം എന്നുള്ള ആഗ്രഹം തനിക്കുണ്ട്. ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല പ്രഭ എന്ന് പറയുകയും ചെയ്യുന്ന അഞ്ജലി ഇനി മുതൽ തന്റെ വിജയമാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇത് കേട്ടതിനെ ആ തീരുമാനത്തിൽ നിന്ന് നിനക്ക് അധികനാൾ ഈ വീട്ടിൽ റാണിയായി ജീവിക്കാൻ സാധിക്കുകയില്ല എന്നും വലിയൊരു ഏറ്റുമുട്ടലിന് തന്നെ എന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുകയാണ് പ്രഭ. ഇത് കേട്ടതിനെ തുടർന്ന് അഞ്ജലി പ്രഭേച്ചി ഈ വീട്ടിൽ നിന്ന് പുറത്താകാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും പഴയ കാലഘട്ടമല്ല, ഇത് ന്യൂജൻ പിള്ളേരാണ് ഇപ്പോൾ ഉള്ളത് എന്നുമുള്ള ഭീഷണി മുഴക്കിയത് പ്രഭയെ ഞെട്ടിക്കുന്നു. ഇതോടെ തന്റെ തോൽവി എങ്ങനെ വിജയമാക്കി മാറ്റാമെന്ന് ആലോചിച്ചിരിക്കുകയാണ് പ്രഭ. സ്നേഹ വന്നിരുന്നു എന്നുള്ള കാര്യം മനു അറിയുന്നത്. ഇതോടെ മനുവിനോട് ഞാനൊരു കാര്യം ആദ്യമേ മനു ഒടുവിൽ അഞ്ജലിയെ താൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നുള്ള കാര്യം മനുവിനെ വിട്ടു നൽകാൻ താൻ തയ്യാറല്ല. മനുവിലുള്ള മാറ്റം വീട്ടിലുള്ള എല്ലാവരെയും അറിയിച്ചിരിക്കുകയാണ്. മനു ഒരിക്കലും ഇങ്ങനെ മാറുമെന്ന് താൻ കരുതിയിരുന്നില്ല എന്ന് മനുവിനെ ചെന്ന് കാണുന്ന മനുവിന്റെ സുഹൃത്ത് വ്യക്തമാക്കുകയും സ്നേഹയെ നീ എന്നേക്കുമായി മറന്നു കളഞ്ഞു എന്ന് ചോദിക്കുകയും ചെയ്യുകയാണ്. ഇതോടെ സ്നേഹയോടുള്ള മനുവിനെ കാണുന്നതിനായി സ്നേഹ തിരികെ എത്തുന്നതും തന്റെ കുടുംബത്തിനോടുള്ള സ്നേഹവും